2014 ജൂലൈ 4 ബ്രസീൽ നഗരത്തിലെ എസ്റ്റാഡിയോ കാസ്റ്റലാവോയിലെ ആ 88-ാം മിനിറ്റ് അത്ഭുത ബാലനെന്ന് ലോകം വിശേഷിപ്പിച്ച ആ 22-കാരൻ നട്ടലിന് പരുക്കേറ്റ് നിലത്തു വീണു. ഫുട്ബോൾ ആരാധകർ ഞെട്ടിത്തരിച്ചു നിന്ന നിമിഷം. കൊളംബിയയ്ക്കെതിരായ ഇരുൾ മൂടിയ ആ ദിനം അയാൾ ഒരിക്കലും മറക്കില്ല. ബ്രസീലുകാർക്ക് ഫുട്ബോൾ വെറും ഒരു വിനോദമല്ല, അതവരുടെ ശ്വാസമാണ്, സംസ്കാരമാണ്, ജീവനാണ്. പെലെയും റൊബിഞ്ഞോയും അവതരിച്ച സാന്റോസിന്റെ പഴയ തട്ടകത്തിൽ നിന്നാണ് അയാൾ പ്രത്യക്ഷപ്പെട്ടത്. കാൽപാദങ്ങളിൽ കാൽപന്ത് കളിയുടെ സകല സൗന്ദര്യവും ആവാഹിച്ച് ഒരു മെലിഞ്ഞ പയ്യൻ. അയാൾ പന്തു തട്ടി തുടങ്ങിയപ്പോൾ ബ്രസീൽ തിരിച്ചറിഞ്ഞു, ഇത് തങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ ജോഗോ ബൊണീറ്റോ. അയാൾ പന്ത് തട്ടുമ്പോൾ കളിയൊരു യുദ്ധമല്ലാതായി മാറി, അതൊരു നൃത്തമായി, കവിതയായി. കാൽപന്ത് കളിയുടെ സുൽത്താൻ, ബ്രസീലിന്റെ നെയ്മാർ ഡാ സിൽവ സാന്റോസ് ജൂനിയർ. അയാളുടെ ചിരിയേക്കാൾ ലോകം കണ്ടത് അയാളുടെ കണ്ണുനീരാണ്. ആ കണ്ണീർക്കണം വീണത് വെറുമൊരു പുൽമൈതാനത്തായിരുന്നില്ല, കോടിക്കണക്കിന് വരുന്ന ഫുട്ബോൾ ആരാധകരുടെ നെഞ്ചകങ്ങളിലേക്കായിരുന്നു. സ്വന്തം മണ്ണിൽ, സ്വന്തം ആരാധകർക്ക് മുന്നിൽ ആ മഞ്ഞക്കുപ്പായത്തിൽ വിഷം ജയിക്കാൻ അയാൾ ബൂട്ടുകെട്ടി ഇറങ്ങിയതാണ്. സാവോപോളോ തെരുവും റിയോ ഡി ജനീറോ തീരവും നെയ്മാറിനായി ആർത്തു വിളിച്ചതാണ്. തുടക്കം തന്നെ ഗോളടിച്ച ബ്രസീൽ കളിയിലുടനീളം ആധിപത്യം പുലർത്തിയതാണ്, ജയം ഉറപ്പിച്ചതാണ്. എന്നാൽ എസ്റ്റാഡിയോ കാസ്റ്റലാവോയിലെ ആ 88-ാം മിനിറ്റ് നെയ്മാറുടെ പുറകിലേക്ക് കൊളംബിയൻ താരം ജുവാൻ സുനുക കാരിരുമ്പിന്റെ കരുത്തുമായി ഇടിച്ചു കയറി. കളി ജയിച്ചിട്ടും കാനറികൾ ആഘോഷിച്ചില്ല. കാരണം ക്ഷതമേറ്റത് നെയ്മാറിന് മാത്രമായിരുന്നില്ല, ബ്രസീലിന്റെ ലോകകപ്പ് സ്വപ്നങ്ങൾക്ക് കൂടിയാണ്. ആരാധകർ അപ്പോഴും നെയ്മാറിന് വേണ്ടി ആർത്തു വിളിച്ചു. കാരണം അവർക്കറിയാമായിരുന്നു, ഒരു ഫിനിക്സ് പക്ഷിയെപ്പോലെ നെയ്മാർ തിരിച്ചു വരുമെന്ന്. 2021 കോപ്പ അമേരിക്ക ഫൈനൽ, അന്ന് മാരക്കാനയുടെ പുൽത്തകിടിയിൽ അയാൾ ഒരു മാന്ത്രികനെ പോലെ പെയ്തിറങ്ങി. അർജന്റീനയുടെ പ്രതിരോധ കോട്ടകൾ നെയ്മാർ എന്ന പ്രതിഭയെ തിളയ്ക്കാൻ 5 തവണ ഗുരുതരമായി ഫൗൾ ചെയ്തു. അന്ന് ഭാഗ്യം ആ മഞ്ഞക്കുപ്പായത്തെ നോക്കി പരിഹസിച്ചു. കിരീടം നഷ്ടമായി. നെയ്മാറിന്റെ കണ്ണീരിനോട് ആർക്കോ എന്തോ ഒരു പ്രത്യേക പ്രണയമുണ്ടായിരുന്നതുപോലെ. കഴിഞ്ഞ ലോകകപ്പിലും കഥ മാറിയില്ല. ക്രൊയേഷ്യക്കെതിരെ എക്സ്ട്രാ ടൈമിൽ നെയ്മാർ തീർത്തത് ഫുട്ബോൾ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ വിസ്മയ ഗോളുകളിലൊന്ന്.